ഡൗറി സിസ്റ്റത്തെ പറ്റിയാണ്. അത് വളരെ തെറ്റായ പ്രവണതയാണെന്ന് നിയമം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൗറി ഹാരസ്മെന്റ് ഒരിക്കലും അനുവദനീയമല്ല, അല്ലേ? ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിലൊക്കെ ഇത് തിരികെ കയറ്റി കഴിഞ്ഞാൽ ഡൗറി ചോദിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിൽ തെറ്റിയിട്ട് വിവാഹമോചനത്തിൽ എത്തുമ്പോൾ ഡൗറി ഹാരസ്മെന്റ് എന്ന് വൈഫ് പറഞ്ഞിട്ട് അലിമണി ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കൂലെന്ന് ഒരു കൂട്ടർ പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡൗറി ഹാരസ്മെന്റും ആ കുട്ടീനെ ചെയ്തു, അവരുടെ സ്വർണവും പണ്ടവും എല്ലാം എടുത്ത് ദുർവിനിയോഗം ചെയ്തു. അതായത് അവരുടെ പയ്യന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഡിവോഴ്സ് എന്ന് പറഞ്ഞ കാര്യം പറയുമ്പോൾ അലിമണി ചോദിക്കൂലേ ഇത്ര രൂപ എന്ന്? അതൊന്നും തരാൻ പറ്റില്ല എന്ന്. കാരണം എന്താ? ഡൗറി ഒരു നിയമമല്ലല്ലോ. അതേപോലെ തന്നെ ആലിമണിയും ഒരു നിയമമാക്കാൻ പാടില്ല എന്ന്. എന്ത് ന്യായമാണ്? ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അവളുടെ ശരീരം എന്തായി മാറിയിട്ടുണ്ടാകും? പല വിധത്തിലുള്ള ചേഞ്ചസും ഗർഭധാരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ടാകും, അല്ലേ? അത് കഴിഞ്ഞ് ഈ കുട്ടികളുണ്ടാകും. അത് അവളുടെ ചുമതലയായിരിക്കും. ഇയാൾ ചിലപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റോ ആൽക്കഹോളിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ കുടുംബം നോക്കാത്ത ആളോ ഒക്കെ ആയതുകൊണ്ടാണല്ലോ ഈ ഡൊമസ്റ്റിക് വയലൻസ് വരുന്നതും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിവോഴ്സ് കേസസ് ഒക്കെ വരുന്നത്. അധികവും അങ്ങനെയല്ലാത്തതുണ്ടാകാം. ഈ പറഞ്ഞ പോലെ സ്ത്രീകളും തെറ്റ് ചെയ്തിട്ട് പോകുന്നവരുണ്ടാകാം. പക്ഷെ ആലിമണി കൊടുക്കൂല എന്ന് പറയുന്നത്. ഇതിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോളൂ. പരപുരുഷനെ തേടി പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് പുരുഷന്മാർക്ക് ഭാര്യയ്ക്ക് ആലിമണി കൊടുക്കേണ്ടതല്ല എന്നുള്ള ഒരു കാര്യം വരുന്നുള്ളൂ. അതും വളരെയധികം പ്രൂഫ് വേണം. നിങ്ങൾ പല രീതിയിലും നിങ്ങളത് ആ ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ചിട്ടുണ്ടാകണം. അല്ലാതെ കണ്ട് നിങ്ങൾ ഒരു ഭാര്യയെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ ആലിമണി കൊടുത്തിരിക്കണം. ഈ ഇടയ്ക്ക് ഒരാൾ ആലിമണി കൊടുത്തില്ല, മെയിൻ്റനൻസും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ഡൈവോഴ്സ് കേക്ക് മുറിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നിങ്ങൾ വശംവദരാകണ്ട. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ആ കേസിൻ്റെ പിന്നിലുണ്ടാകും. ഈച്ച് കേസസ് വ്യത്യാസമായിരിക്കും. ഈച്ച് കേസസിൻ്റെ ഘടനകൾ, ഓരോ കുടുംബങ്ങളും വീട്ടുക്ക് വാസപ്പടി എന്ന് തമിഴിൽ പറയും. അതുകൊണ്ട് എല്ലാ വീടുകളിലും ഒരേപോലെ ആയിരിക്കില്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകുക. അതുകൊണ്ട് ആലിമണി കൊടുത്ത് തന്നെ ആയിരിക്കും മിക്കവാറും ഡിവോഴ്സസ് ഒക്കെ നടക്കുന്നത്. പിന്നെ ആ പെൺകുട്ടിക്ക് വേണ്ട, അവർക്ക് ജോലിയുണ്ട്, അവർ സെൽഫായിട്ട് കഴിഞ്ഞോളാം എന്ന് എഴുതി തരികയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ ഇത് മനസ്സിൽ വെച്ചോളൂ പുരുഷന്മാരെ, യു ഹാവ് ടു പ്രൊവൈഡ് ഫോർ യുവർ വൈഫ് ആൻഡ് ചിൽഡ്രൻ എവർ ആഫ്റ്റർ.